സ്നേഹമുള്ളവരെ, ആദ്യമേ തന്നെ എല്ലാവർക്കും ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ സന്തോഷവും സമാധാനവും സ്നേഹവും ആശംസിക്കുന്നു. ഈ ഉയർപ്പ് തിരുനാളിൽ എന്ത് പറയണം എന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നത്, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ റോമിൽ പഠിക്കുന്ന സമയത്ത് മിലാൻ രൂപതയിലെ അംബ്രോസിയൻ റീത്തിൽപ്പെട്ട ഒരു പള്ളിയിൽ ഉത്ഥാന തിരുനാളിൽ പങ്കെടുത്തതാണ്. അന്ന് അവിടെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, വിശുദ്ധ കുർബാനയ്ക്കായി പള്ളിയിൽ വന്ന എല്ലാവരുടെയും കൈകളിൽ ഒരു ചെറിയ മണിയുമുണ്ടായിരുന്നു. എന്തിനാണ് ഇവർ ഈ കൊച്ചു മണിയും കൊണ്ടുവന്നിരിക്കുക എന്ന് ഞാൻ ആലോചിച്ചു. കുർബാനയ്ക്കിടയിൽ വൈദികൻ സുവിശേഷം വായിക്കുന്നുണ്ട്. അതിനുശേഷം 3 പ്രാവശ്യം ഇങ്ങനെ വിളിച്ചു പറയും, കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു, ഹല്ലേലൂയ 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 എന്ന്. ആ സമയത്ത് ഏറ്റവും മനോഹരമായ കാഴ്ച, ഓരോ പ്രാവശ്യവും വൈദികൻ കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ ജനം മുഴുവൻ മണികൾ കിലുക്കിക്കൊണ്ട് പറയും ഹല്ലേലൂയ 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 എന്ന്. അത് വളരെ മനോഹരമായി എനിക്ക് തോന്നി. ആരെയും ആകർഷിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. കർത്താവിൻ്റെ ഉയർപ്പ് ഓരോ ക്രൈസ്തവനും വിശ്വാസ സമൂഹത്തിനും കൊണ്ടുവരുന്ന അല്ലെങ്കിൽ കൊണ്ടുവരേണ്ട ആത്മീയമായ ഉണർവും ഉള്ളിലെ സന്തോഷവുമാണ് ഒരുപക്ഷെ ഈ ചെറിയ ആചാരത്തിലൂടെ വ്യക്തമാകുന്നത്. പ്രിയമുള്ളവരെ, സുവിശേഷങ്ങൾ കർത്താവിൻ്റെ ഉയർപ്പിന് പല തെളിവുകളും നൽകുന്നുണ്ട്. ശൂന്യമായ കല്ലറ, ഈശോയുടെ ശരീരം പൊതിഞ്ഞ കച്ച, അവൻ ഇവിടെയില്ല ഉയർത്തെഴുന്നേറ്റു എന്ന ദൂതന്റെ സന്ദേശം, പരസ്യ ജീവിതകാലത്ത് സഹനത്തെയും ഉത്ഥാനത്തെയും കുറിച്ച് കർത്താവ് നടത്തിയ പ്രവചനങ്ങൾ, ഇതെല്ലാം കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ തെളിവുകളാണ്. എങ്കിലും ഒരുപക്ഷെ കർത്താവിൻ്റെ ഉത്ഥാനത്തിന് ഏറ്റവും ശക്തവും കുലീനവുമായ തെളിവ് കർത്താവിൻ്റെ ഉയർപ്പ് ശിഷ്യന്മാരിൽ ഉണ്ടാക്കിയ മാറ്റമാണ്. നോക്കുക, ഈശോയുടെ പീഡകളുടെ സമയത്ത് ചിതറിക്കപ്പെട്ട ശിഷ്യന്മാർ ഉയർപ്പിന് ശേഷം ഒരുമിച്ച് വരുന്നുണ്ട്. ഭയത്തോടെ നാടുവിട്ടോടിപ്പോയ ശിഷ്യന്മാർ ധൈര്യപൂർവം തിരിച്ചു വരുന്നു കർത്താവിന് സാക്ഷ്യം നൽകാൻ. അവനെ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞ പത്രോസ് അവനെ ശക്തമായി പ്രഘോഷിക്കുവാൻ തുടങ്ങുകയാണ്. അവർ പറയുന്നു, ഞങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പ്രസംഗിക്കാതിരിക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന്. ക്രിസ്തുവിനെയും ക്രിസ്ത്യാനികളെയും ഇല്ലായ്മ ചെയ്യാൻ ഇറങ്ങിത്തിരിച്ച പൗലോസ് അവൻ്റെ ശിഷ്യനും സ്നേഹിതനുമായി മാറുന്നു. യെശയ്യായുടെ പ്രവചനം പറയുന്നത് പോലെ, ഉണരുക, പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു, കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ഈ പ്രകാശമാണ് ശിഷ്യന്മാർ സ്വീകരിക്കുക. അതുതന്നെയാണ് അവരുടെ ജീവിതത്തിന് ഉണർവും ദിശാബോധവും കൊടുക്കുക. ഈ പ്രകാശം തന്നെയാണ് പൗലോസ്ലീഹ പറയുന്നത് പോലെ, പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായി യേശു മിശിഹായിൽ ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുക. സ്നേഹമുള്ളവരെ, ക്രിസ്തുവിൻ്റെ ഉത്ഥാനം നമുക്ക് തരുന്ന വലിയൊരു പ്രതീക്ഷയുണ്ട്. മരണത്തെയും തിന്മയുടെ ശക്തികളെയും പരാജയപ്പെടുത്തിയ കർത്താവ് നമ്മുടെ ജീവിതത്തിലെയും ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ തക്ക വിധത്തിൽ ഉണർവും ദിശാബോധവും നൽകും. ഒരു കാര്യം നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം, നമ്മുടെ കർത്താവിന് ഇടപെടാൻ സാധിക്കാത്ത ഒരവസ്ഥയും നമ്മുടെ ജീവിതത്തിലില്ല. നമ്മുടെ പരാജയങ്ങളായിരിക്കാം, ബലഹീനതകളാകാം, തെറ്റായ തീരുമാനങ്ങളായിരിക്കാം, ഒരുപക്ഷെ ആസക്തികളും അടിമത്തങ്ങളുമായിരിക്കാം, മനസ്സിൻ്റെ മുറിവുകളാകാം, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം. ഉദ്ധിതൻ നൽകുന്ന പ്രകാശത്തിൽ ഇവയ്ക്കൊക്കെ പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ തെളിവ് ശിഷ്യന്മാരിൽ ഉണ്ടായ മാറ്റമാണെങ്കിൽ, ഇന്ന് ആ ഉത്ഥാനത്തിൻ്റെ തെളിവ് ഞാനും നിങ്ങളുമാണ്. ഉയർപ്പ് തിരുനാൾ നമ്മെ ഉണർത്തട്ടെ, അവിടുത്തെ പ്രകാശത്തിൽ നാം പ്രശോഭിക്കട്ടെ. അങ്ങനെ നമ്മെ കണ്ടുമുട്ടുന്നവർക്ക്, നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് ഉദ്ധിതനായ കർത്താവ് ആശംസിച്ച സമാധാനം കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.